കമൽഹാസൻ രാജ്യസഭയിലേക്ക്. മക്കൾ നീതി മയ്യം രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. DMK-യുമായുള്ള ധാരണ പ്രകാരമാണ് ഒരു സീറ്റ് മക്കൾ നീതി മയ്യം പാർട്ടിക്ക് നൽകിയത്. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഒരുപക്ഷെ നമുക്കറിയാം കമൽഹാസൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി എടുത്തിരിക്കുന്ന നിലപാട് സംഘപരിവാർ ഉയർത്തുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ നിലകൊള്ളുകയും മതനിരപേക്ഷ മുന്നണിക്കായി നിലകൊള്ളുകയും ചെയ്യുന്ന കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രാജ്യസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുക തന്നെ ചെയ്യും. DMK എടുത്ത നിലപാട് വളരെ ശ്ലാഘിക്കേണ്ടത് തന്നെയാണ്. എന്താണ് വിവരങ്ങൾ? സിജു, തീർച്ചയായിട്ടും നേരത്തെ തന്നെ കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടിയും അതോടൊപ്പം തന്നെ DMK-യും തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നത് ഈ രാജ്യസഭയിലേക്ക് സീറ്റ് ഒഴിവരുമ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് മക്കൾ നീതിമയം പാർട്ടിക്ക് നൽകാം എന്നൊരു ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ ഒരു സീറ്റ് കമൽഹാസന്റെ പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 6ഓളം സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വരുന്നത്. അതിൽ 3 സീറ്റുകളിൽ DMK മത്സരിക്കുന്നുണ്ട്. 2 സീറ്റുകളിൽ DMK സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒരു സീറ്റ് കമൽഹാസന്റെ പാർട്ടിയായിട്ടുള്ള മക്കൾ നീതിമയം പാർട്ടിക്ക് നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കമൽഹാസന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കമൽഹാസൻ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ വലിയ തോതിൽ ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കൾ നീതിമയം പാർട്ടിയിലൂടെ കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ദക്ഷിണേന്ത്യയിലേക്ക് തന്നെ പല നേതാക്കളും ശക്തമായി സംഘപരിവാർ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെയൊക്കെ ശക്തമായി എതിർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ തലത്തിൽ തന്നെ രാജ്യസഭയിലും വലിയ തോതിൽ കമൽഹാസന് ശബ്ദമുയർത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിജു, വിഷ്ണു, ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. പ്രധാനമായും കേരളം, അതിന് പിന്നാലെ തമിഴ്നാട്, അതോടൊപ്പം തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. അവിടെ ഗവർണർമാരെ ഉപയോഗിച്ച് വലിയ തരത്തിലുള്ള വേട്ടയ്ക്ക് സംസ്ഥാനങ്ങൾ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്രം തന്നെ മുൻകൈയെടുക്കുമ്പോൾ കമൽഹാസനെ പോലെയുള്ള നിരന്തരം സംഘപരിവാറിന് വെല്ലുവിളി ഉയർത്തുന്ന കൃത്യമായ നിലപാടുള്ള സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ നിലപാടെടുക്കുന്ന ഒരാളുടെ സാന്നിധ്യം രാജ്യസഭയ്ക്ക് മുതൽക്കൂട്ടാവുകയാണ്. ഒപ്പം തന്നെ പരിഗണിക്കേണ്ടതാണ്, ഇനിയിപ്പോൾ അടുത്ത വർഷം തമിഴ്നാട് നിയമസഭയിലടക്കം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. മക്കൾ നീതിമയം പാർട്ടിക്കും അതിൻ്റെതായ ഒരു പരിഗണന ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റാലിനുമായി നടത്തിയ, കമൽഹാസൻ നടത്തിയ, മക്കൾ നീതിമയം നടത്തിയ പാർട്ടിയുടെ ചർച്ചയിലൂടെ തന്നെ നമുക്ക് വെളിവാകുകയും ചെയ്യുന്നത്. ഏതായാലും കരുത്തുറ്റ ഒരു സാന്നിധ്യം തന്നെയാകും കമൽഹാസൻ രാജ്യസഭയിൽ. സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം രാജ്യസഭയിൽ നമ്മൾ നിരന്തരം കാണുന്നതാണ്, പ്രത്യേകിച്ച് പല പ്രശ്നങ്ങളിലായാലും വിഷയങ്ങളിലായാലും ശക്തമായിട്ട് നിലപാട് ഉയർത്തുന്നത് കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരാണ്. അതുകൊണ്ട് തന്നെയാണ് കമൽഹാസൻ നമുക്കറിയാവുന്നതുപോലെ വളരെ ശക്തമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തുറന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തമായി തുറന്ന് അതിനെതിരെ സംസാരിക്കുന്ന കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അത്തരം വലിയ തലത്തിൽ കമൽഹാസന്റെ ഭാഗത്തുനിന്ന് രാജ്യസഭയിൽ ഇടപെടൽ ഉണ്ടാകും. രാജ്യസഭയിലടക്കം ഇതിനെ തുടർന്ന് എതിർക്കുന്ന സമീപനം കമൽഹാസന്റെ ഭാഗത്തുണ്ടാകും. ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെയാണ്, ആ കമൽഹാസന്റെ അത്തരം നിലപാടുകൾ കൂടി കൊണ്ട് തന്നെയാണ് DMK മക്കൾ നീതിമയം പാർട്ടിയുമായി ഇത്തരത്തിൽ ഒരു ധാരണയിലെത്തുകയും രാജ്യസഭയിലേക്ക് വരുന്ന ഒരു സീറ്റ് മക്കൾ നീതിമയം പാർട്ടിക്ക് നൽകാനൊരു തീരുമാനം DMK കൈക്കൊള്ളുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് തമിഴ്നാടിനെ സംബന്ധിച്ച് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വളരെയധികം മാറി മറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് സിനിമാ നടൻ വിജയ് അടക്കം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം തമിഴ്നാട്ടിൽ നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് DMK-യും അതോടൊപ്പം തന്നെ കമൽഹാസന്റെ പാർട്ടിയും ഇത്തരത്തിൽ പല ധാരണകളിലേക്കും എത്തി രാജ്യസഭാ സീറ്റ് നൽകുന്നതും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും അത്തരത്തിൽ ധാരണകളിലേക്കൊക്കെ തന്നെ എത്തുന്നത്. സിജു.